ഈ കണക്കെടുക്കുമ്പോൾ 29 ആണെങ്കിലും 30-ലധികം കല്യാണം ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകണം. ഗുരുവായൂരിൽ ചരിത്രം കുറിച്ച് വിവാഹപൂരം. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഇന്ന് ഉച്ചപൂജയ്ക്ക് നട അടയ്ക്കുന്നത് വരെ 412 വിവാഹങ്ങളാണ് നടന്നത്. രാവിലെ 4:10 തുടങ്ങിയ വിവാഹ ചടങ്ങുകൾ 11:25 വരെ തുടർന്നു. ഉഷപൂജയ്ക്കായി രാവിലെ 5:47 മുതൽ 6:12 വരെയും പന്തിരടി പൂജയ്ക്കും ക്ഷേത്ര നട അടച്ച സമയത്തും ഒഴികെ ബാക്കി നേരമെല്ലാം വിവാഹങ്ങൾ തുടർച്ചയായി നടക്കുകയായിരുന്നു. പുലർച്ചെ 4:10 ക്ഷേത്രം കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് വിവാഹങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മംഗളവാദ്യത്തിന്റെ അകമ്പടിയിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശി അർണവ് മോഹൻകുമാർ, പഴയങ്ങാടി സ്വദേശി വിദ്യാ ആനന്ദരാജന് താലി ചാർത്തി. തുടർന്ന് മറ്റ് 5 മണ്ഡപങ്ങളിലും വിവാഹങ്ങൾ തുടങ്ങി. ഏറ്റവും വലിയ കല്യാണ മുഹൂർത്തമായിട്ടാണ് 23-ാം തീയതിയിലെ കല്യാണ മുഹൂർത്തം ഞങ്ങൾ കാണുന്നത്. ഏകദേശം 430-ലധികം കല്യാണം ഈ കണക്കെടുക്കുമ്പോൾ 29 ആണെങ്കിലും 30-ലധികം കല്യാണം ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകണം. ഞങ്ങളുടെ കണക്കുകൂട്ടൽ പ്രകാരം 450 വിവാഹം അന്നത്തെ ദിവസം രജിസ്റ്റർ ചെയ്യും 23-ാം തീയതി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 450ഓളം കല്യാണം വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പല പഴയ കണക്കുകൾ ഞങ്ങൾ എടുത്തു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് ബി നായർ, MU ഷിനിജ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ പ്രമോദ് കളരിക്കൽ, M രാധ, PRO വിമൽ ജിനാഥ്, അസിസ്റ്റന്റ് മാനേജർ AV പ്രശാന്ത്, ഹെൽത്ത് സൂപ്പർവൈസർ MN രാജീവ്, സെക്യൂരിറ്റി സൂപ്പർവൈസർ സുബ്രഹ്മണി എന്നിവർ ഉൾപ്പെടെ ജീവനക്കാരും കിഴക്കേ നടയിൽ സന്നിഹിതരായിരുന്നു. ക്ഷേത്ര പരിസരത്തും ക്ഷേത്ര നഗരിയിലും സുരക്ഷയൊരുക്കി ഗുരുവായൂർ ACP സുരേന്ദ്രൻ മങ്ങാട, ടെമ്പിൾ CI ജയപ്രദീപ്, SI കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 100-ലേറെ സിവിൽ പോലീസുകാരും സേവനത്തിനിറങ്ങി. അടിയന്തര ഘട്ടമുണ്ടായാൽ ഇടപെടാൻ ഫയർഫോഴ്സ് ഓഫീസർ സജിത് ലാലിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും തയ്യാറായി നിന്നു. നഗരസഭാ അധ്യക്ഷ സുനിത അരവിന്ദൻ, വൈസ് ചെയർമാൻ KK വത്സരാജ് എന്നിവരും കിഴക്കേ നടയിലെത്തി വിവാഹങ്ങൾക്ക് നേതൃത്വം നൽകുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.